നമ്മളൊരു പരിഷ്കൃത സമൂഹത്തിലാണ് ജീവിക്കുന്നതെന്ന് അവകാശപ്പെടുമ്പോഴും പലപ്പോഴും സാമൂഹിക ഇടപെടലുകളിൽ നമ്മൾ ചില റെഡ് ലൈനുകൾ മുറിച്ചു കിടക്കാറുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ വെറും തമാശയ്ക്കോ ആകാംക്ഷയ്ക്കോ ചോദിക്കുന്ന ഒരു ചോദ്യം ചിലപ്പോൾ അവരുടെ വ്യക്തിത്വത്തെയോ മാനസികാവസ്ഥയോ ഒക്കെ മുറിപ്പെടുത്തിയേക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്ത്രീകളോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത 5 കാര്യങ്ങളെക്കുറിച്ചാണ്. വെറുമൊരു ഉപദേശമൊന്നും അല്ല കേട്ടോ ഇത്. ഇതിന് പിന്നിലെ മനഃശാസ്ത്രവും ശാസ്ത്രീയ വശങ്ങളും നമ്മളിന്ന് വിശകലനം ചെയ്യും. അവസാനത്തെ പോയിന്റ് നിങ്ങളുടെ ചിന്താഗതിയെ തന്നെ മാറ്റിയേക്കാം. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായി തന്നെ കാണുക. 1. പ്രായം ചോദിക്കാമോ? സ്ത്രീകളോട് പ്രായം ചോദിക്കരുത് എന്ന് പറയുന്നത് വെറും തമാശയാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഇതിന് പിന്നിൽ ഒരു എവല്യൂഷണറി സൈക്കോളജി ഉണ്ട്. ചരിത്രാതീത കാലം മുതൽ യൗവനം എന്നത് പ്രത്യുൽപാദന ശേഷിയുടെയും ആരോഗ്യത്തിൻ്റെയും ലക്ഷണമായാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. പ്രായം ചോദിക്കുമ്പോൾ ഒരു സ്ത്രീയിൽ അറിയാതെ തന്നെ ഒരു ഡിഫെൻസീവ് മെക്കാനിസം പ്രവർത്തിക്കും. ഇത് അവരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്ന ഏജിസം എന്ന സാമൂഹ്യ വിവേചനത്തിന്റെ ഭാഗമാണ്. പല രാജ്യങ്ങളിലും ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ പ്രായം വെളിപ്പെടുത്താതിരിക്കാൻ നിയമപരമായ അവകാശമുണ്ട്. കാരണം കഴിവല്ല, പ്രായമാണ് വിലയിരുത്തപ്പെടുക എന്ന ഭയം അവിടെയുണ്ട്. ഒരു സ്ത്രീയുടെ പ്രായമല്ല, അവരുടെ അനുഭവ സമ്പത്തിനാണ് നമ്മൾ മൂല്യം നൽകേണ്ടത്. 2. വിവാഹം എന്നാണ്? വിശേഷമൊന്നുമില്ലേ? കല്യാണം ആലോചിക്കുന്നില്ലേ? ഈ ചോദ്യം കേൾക്കാത്ത മലയാളി പെൺകുട്ടികൾ കുറവായിരിക്കും. പക്ഷേ ഇത് അവരുടെ പേഴ്സണൽ സ്പേസിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ്. സോഷ്യൽ ക്ലോക്ക് എന്നൊരു സങ്കല്പം നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരു പ്രത്യേക പ്രായത്തിൽ വിവാഹം കഴിക്കണം എന്ന സമ്മർദ്ദം സ്ത്രീകളിൽ കടുത്ത മാനസിക സംഘർഷം ഉണ്ടാക്കും. പഠനങ്ങൾ പറയുന്നത് വിവാഹം വൈകുന്നത് സ്ത്രീകളുടെ കരിയറിലും വ്യക്തിത്വ വികാസത്തിലും വലിയ ഗുണങ്ങൾ നൽകുന്നു എന്നാണ്. വിവാഹം എന്നത് ഒരു ചോയ്സ് മാത്രമാണ്, അതൊരു നിർബന്ധിത ലക്ഷ്യമേ അല്ല. 3. കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ. ഏതാണ് ഏറ്റവും സെൻസിറ്റീവായ വിഷയം? ഇതുവരെയും വിശേഷമൊന്നും ആയില്ലേ എന്ന ചോദ്യം വളരെ നിഷ്കളങ്കമായി തോന്നാം, പക്ഷേ അത് ഉണ്ടാക്കുന്ന ആഘാതം വലുതാ. ലോകത്ത് ഇൻഫെർട്ടിലിറ്റി അനുഭവിക്കുന്ന ദശലക്ഷക്കണക്കിന് സ്ത്രീകളുണ്ട്. കൂടാതെ PCOS, എൻഡോമെട്രിയോസിസ് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ട്. നിങ്ങളുടെ ഈ ചോദ്യം അവരുടെ ശാരീരിക വേദനകളെയും മാനസിക വിഷമങ്ങളെയും ഓർമ്മിപ്പിക്കുന്നതാകാം. സ്വന്തം ഇഷ്ടപ്രകാരം കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് വെക്കുന്ന സ്ത്രീകളുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചു വരുന്നു. അവരുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. 4. ശാരീരിക മാറ്റങ്ങളെക്കുറിച്ചുള്ള കമന്റുകൾ. നീ എന്താ ഇത്ര തടിച്ചത്? മുഖത്ത് എന്താ നിറയെ മുക്കുരുവാണല്ലോ എന്ന് നമ്മൾ തമാശയെ ചോദിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ബോഡി ഷേമിംഗ് എന്ന ഗണത്തിലാണ് വിടുന്നത്. സ്ത്രീകളുടെ ശരീരത്തിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ നിരന്തരം നടക്കുന്നുണ്ട്. ഇത് ശരീരഭാരത്തിലും ചർമ്മത്തിലും മാറ്റങ്ങൾ വരുത്തും. ഇത് അവരുടെ നിയന്ത്രണത്തിലുള്ള കാര്യമേ അല്ല. ഇത്തരം ചോദ്യങ്ങൾ ബോഡി ഡിസ്മോർഫിയ എന്ന മാനസികാവസ്ഥയിലേക്ക് സ്ത്രീകളെ നയിച്ചേക്കാം. അതായത് സ്വന്തം ശരീരത്തെ കണ്ണാടിയിൽ നോക്കാൻ പോലും അവർക്കും ഭയം തോന്നി തുടങ്ങും. 5. ശമ്പളവും സാമ്പത്തിക കാര്യങ്ങളും. അവസാനമായി അവരുടെ വരുമാനം. ഒരു സ്ത്രീ ജോലിക്ക് പോകുന്നത് വെറുതെ നേരം പോക്കിനാണെന്ന് കരുതുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതല്ല അവസ്ഥ. ലോകമെമ്പാടും പുരുഷന്മാരെക്കാൾ കുറഞ്ഞ ശമ്പളമാണ് പലപ്പോഴും സ്ത്രീകൾക്ക് ലഭിക്കുന്നത് എന്നൊരു ക്രൂരമായ സത്യമുണ്ട്. അവരുടെ കഠിനാധ്വാനത്തെ വില കുറച്ച് കാണുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കുക. സാമ്പത്തിക ഭദ്രത എന്നത് അന്തസ്സുമായി ബന്ധപ്പെട്ടതാണ്. അത് ചോദിച്ചു മനസ്സിലാക്കുന്നത് അനാദരവാ. ചോദ്യങ്ങൾ ചോദിക്കുന്നത് തെറ്റല്ല, പക്ഷേ അത് ചോദിക്കുന്ന സാഹചര്യം, വ്യക്തിയുമായുള്ള ബന്ധം എന്നിവ പ്രധാനമാണ്. മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കുന്നത് വഴി നമുക്ക് കൂടുതൽ ആരോഗ്യകരമായ ഒരു സൗഹൃദവും സാമൂഹിക അന്തരീക്ഷവും സൃഷ്ടിക്കാൻ സാധിക്കും. ഒരു സ്ത്രീയെ അവളുടെ പ്രായത്തിലൂടെയോ വിവാഹത്തിലൂടെയോ ശരീരത്തിലൂടെയോ അളക്കാതെ അവളുടെ വ്യക്തിത്വത്തിലൂടെ അളക്കാൻ പഠിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ. വീണ്ടും മനോഹരമായ ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ be happy, be positive and accept the miracles right now.